അപ്പോൾ മൊഡ്യൂൾ 5 അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ഡയസ്പോറ ആൻഡ് ഹൈബ്രിഡിറ്റി ആണ്. ഈ രണ്ട് ടേമുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ ടേമുകളാണ്. ഡയസ്പോറ അതുപോലെ തന്നെ ഹൈബ്രിഡിറ്റി. ഇതൊരു പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആശയം അല്ലെങ്കിൽ കൺസെപ്റ്റ് ആണെന്ന് വിളിക്കാം. ഇത് നാഷണലിസം ദേശീയവാദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനെ നമുക്ക് communities of people living together in one country who acknowledged that old country. ഈ ഒരു ഡയസ്പോറനെ നമുക്ക് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു കൂട്ടം വിഭാഗം ഒരുമിച്ച് താമസിക്കുകയാണ്. സ്വയം അവർ മനസ്സിലാക്കുകയാണ് ഓൾഡ് കൺട്രി, എ നോഷൻ ഓഫൺ ബുരീഡ് ഡീപ്പ് ഇൻ ലാംഗ്വേജ്. ഇതൊരു എന്താ പറയുക, പണ്ടത്തെ ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്നവരായിരിക്കും. അവർക്ക് ഡീപ്പായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടായിരിക്കും, മതം, അതുപോലെ കസ്റ്റം ഓഫ് ഫോക്ലോർ, അതുപോലെ തന്നെ നന്ദി, കടപ്പാട്, ഇമോഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കൂട്ടം വിഭാഗത്തെ നമുക്ക് ഡയസ്പോറ എന്ന് വിളിക്കാൻ പറ്റും. അവർക്ക് എന്താ പറയുക, പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള അവരുടെ കാലങ്ങളായിട്ടുള്ള ഭാഷ, അല്ലെങ്കിൽ അവരുടെ മതം, അല്ലെങ്കിൽ അവരുടെ രീതികൾ, ആചാരങ്ങൾ, അങ്ങനെയുള്ള ഒരു ഓൾഡ് കൺട്രി അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ആളുകൾ അങ്ങനെ താമസിക്കുന്നു. ആ ഒരു കമ്മ്യൂണിറ്റീനെ നമുക്ക് ഡയസ്പോറ എന്ന് വിളിക്കാൻ പറ്റും. ഡിഫറൻസസ് ഓഫ് ജനറേഷൻസ്, ജെൻഡർ, റേസ് ആൻഡ് ക്ലാസ് മേക്ക് ഡയസ്പോറ കമ്മ്യൂണിറ്റീസ് ഓൾവേസ് ഡൈനാമിക് ആൻഡ് ഓൾസോ പ്രോബ്ലമാറ്റിക്. ഓരോ തലമുറകൾ വരുമ്പോഴും ഈ ഡയസ്പോറയിൽ വ്യത്യാസം വരും. അതുപോലെ ജെൻഡർ, റേസ്, ഇതൊക്കെ ഈ ഒരു ഡയസ്പോറ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്താ പറയുക, വ്യത്യസ്തങ്ങളാക്കും. അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇവിടെ ഇൻറ്റേർണലായിട്ടുള്ള ആ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി കൂടുതൽ ആളുകൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ഒക്കെ അവിടെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാകും. ആൻഡ് എലിനിയേഷൻ in the old country have been constant and often defining themes of diasporic literature. In continuation of his observation on mimicry and ambivalence, Baba considers the issues of migration and diaspora, which led to the ideation of hybridity. ഡയസ്പോറ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൂട്ടം, ഒരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് കാലങ്ങളായിട്ടുള്ള ഒരു വിശ്വാസങ്ങളും ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അവരുടെ ഒരു മതപരമായിട്ടുള്ള ആചാരങ്ങൾ, വിശ്വാസം, അതിനെയാണ് നമ്മൾ ഡയസ്പോറ എന്ന് പറയുക. ആ ഒരു കൂട്ടത്തിലേക്ക് ഒരാൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ആളുകൾ വരുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡയസ്പോറ കമ്മ്യൂണിറ്റിയിലേക്ക് വേറൊരു സ്ഥലത്തു നിന്ന് ആളുകൾ വരുമ്പോൾ അവരുടെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ മിക്സാവും, അവരുടെ വിശ്വാസങ്ങളൊക്കെ മിക്സാവും. അപ്പോൾ അതൊരു മിക്സ്ചറിന് കാരണമാകും. അതിനെയാണ് നമ്മൾ ഹൈബ്രിഡിറ്റി എന്ന് പറയുക. അവിടെ വ്യത്യാസങ്ങളുണ്ടാവും, അതിനെ നമുക്ക് ഹൈബ്രിഡിറ്റി എന്ന് പറയാമെന്ന് പറയുകയാണ്. ബൈ ദിസ് Baba means Homije Baba means the interdependence and intervening of identities of colonizer. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡ് ചെയ്യും, ഓരോ വന്നതും പോകുന്നതും. ഇപ്പോൾ ഒരു രാജ്യത്തേക്ക് ഒരാളെ കടന്നാക്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു കൊളോണൈസിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇപ്പോൾ ഒരു രാജ്യത്തേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഒരു ഏഷ്യൻ രാജ്യമാണെങ്കിൽ അവിടുത്തെ സംസ്കാരം ബ്രിട്ടീഷുകാരുടെ സംസ്കാരം കൂടെ എസിമിലേറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഹൈബ്രിഡിറ്റിക്ക് കാരണമാകും. അതാണ് ബാബ പറയുന്നത്, ഹോമിജെ ബാബ പറയുന്നത്, ദ ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് ഇൻ്റർവിനിങ് ഓഫ് ദ ഐഡൻറ്റിറ്റീസ്. വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഓഫ് ദ കൊളോണൈസർ ആൻഡ് ദ കൊളോണൈസ്ഡ്, രണ്ട് പേരുടെ കൂടെ ഒരുമിച്ച് വരികയാണ്. The dominant culture and its discourses are contaminated by the entry of colonized subjects into fabric of colonial discourse. ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉയർന്നൊരു സംസ്കാരം വരും, ചിലപ്പോൾ ചില സംസ്കാരം നശിക്കും. This engenders hybridity. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഡയസ്പോറയിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൽ, റിലീജിയനിൽ, വിശ്വാസത്തിൽ, ആചാരത്തിലൊക്കെ പുറമെന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ഹൈബ്രിഡിറ്റി എന്ന് പറയും. ഹൈബ്രിഡിറ്റിനെ ബാബ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നൈദർ ദ വൺ നോർ ദ അതർ. അതൊന്നല്ല, പക്ഷേ വ്യത്യാസം മറ്റേതും അല്ല. ബട്ട് സംതിങ് എൽസ് ബിസൈഡ്സ്, ഇതിന് പുറമെ എന്തോ. Colonizers' representation of their self
carefully constructed on the basis of exclusion and displacement of other, is subverted by the linguistic and cultural plurality of the colonized. ഇപ്പോൾ ഒരു സാധാരണ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ബ്രിട്ടീഷുകാർ ഒരു ഏഷ്യൻ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നശിക്കുന്നത് ഏഷ്യൻ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. പിന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടാകുന്നത്. പോസ്റ്റ് കൊളോണിയലിസം ഐഡൻറ്റിഫൈസ് ടു ഫാക്ടേഴ്സ് അറ്റ് പ്ലേ ഹിയർ. ഫസ്റ്റ് ഈസ് ദ ആംബിവാലൻസ് ഇൻ ദ കൊളോണിയൽ ഡിസ്കോഴ്സ്. കൺഫ്യൂഷന് കാരണമാകും. വിച്ച് എക്സ്പോസസ് ദ അൺസർട്ടിനിറ്റി അറ്റ് ദ ഹാർട്ട് ഓഫ് ഇറ്റ്. ശരിക്കും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹൃദയം തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. Secondly, the migration of the colonizer from their home to the colonizer's place. Invention of center by peripherous. Diaspora space is conceived as a resemblance of fluid identities. ഐഡൻറ്റിറ്റിയുടെ മിക്സിങ്ങിനെയാണ് നമ്മൾ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. ആ ഐഡൻറ്റിറ്റീനെ നമ്മൾ എന്തെന്ന് പറയും? ഡയസ്പോറ. കമ്മ്യൂണിറ്റിയുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങളെയൊക്കെ നമ്മൾ ഡയസ്പോറ എന്ന് പറയും. ഒരു കൂട്ടർ വന്ന് മറ്റുള്ളവരുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഹൈബ്രിഡിറ്റി എന്ന് പറയും. നെക്സ്റ്റ് ടോപ്പിക്കാണ് അൺകാനി എന്ന് പറയുന്നത്. എ റിലേറ്റഡ് നോഷൻ എക്സ്പോസ്ഡ് ബൈ ബാബ. വീണ്ടും ബാബ കൊണ്ടുവന്ന ഒരു നോഷൻ തന്നെയാണ് അൺകാനി എന്ന് പറയുന്നത്. അതൊരു സിഗ്മണ്ട് ഫ്രൂയിഡിയൻ കോയിനേജ് ആണ്, ജർമ്മനാണ്. ടു ഡിനോട്ട് ദ സ്ട്രേഞ്ച്നെസ് ഓഫ് ഫീലിംഗ് ത്രറ്റൻഡ് വെൻ ഫേസിങ് സംതിങ് ഫെമിലിയർ ഓർ ഇൻറ്റിമേറ്റ്. നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു സംഭവമാണ്, നമുക്ക് അറിയുന്നതാണ്, നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, അടുത്തതാണ്. എന്നിട്ടും അതിനെ ഫേസ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക, അപരിചിതമായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഒരു ഭയം തോന്നാം, ഒരു പേടി തോന്നാം. അതിനെയാണ് നമ്മൾ അൺകാനി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അൺകാനി എന്ന് പറയും. ഫെമിലിയർ ആയിട്ടുള്ളതും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളതിനെയും ഒക്കെ ചിലപ്പോൾ ഫേസ് ചെയ്യുമ്പോൾ ഒരു സ്ട്രേഞ്ച്നെസ്സും ഒരു ഭയം തോന്നാം. അതിനെ അൺകാനി എന്നാണ് ബാബ പറയുന്നത്. അൺഹോംലി വിൽ ബി മോർ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഓഫ് ഫ്രൂയിഡ്സ് ജർമ്മൻ ടേം. അൺഹോംലി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ എന്താ? വീടല്ലാത്ത അവസ്ഥ. വീട്ടിൽ നമുക്ക് എപ്പോഴും കംഫർട്ടായിരിക്കും അല്ലേ, ഒരു ഭയമോ ടെൻഷനോ ഉണ്ടാവില്ല. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ അൺകാനീനെ നമുക്ക് അൺഹോംലി എന്നും പറയാം. ഫ്രൂയിഡ് പോസിറ്റ്സ് ദാറ്റ് ആൻ എൻകൗണ്ടർ വിത്ത് സംതിങ് ഫ്രൈറ്റൻസ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ, ഭയപ്പെടുത്തുന്ന എന്തോ നേരിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം വരും. ബിക്കോസ് ഇറ്റ് ഈസ് ന്യൂ. അത് പുതിയതായിട്ട് തോന്നും. അത് പുതിയതായിട്ട് ഉള്ളത് കൊണ്ടല്ല ഭയം തോന്നുന്നത്, പക്ഷേ പുതിയതായത് കൊണ്ട് മാത്രമല്ല ഭയം തോന്നുന്നത്. ബട്ട് ബിക്കോസ് വാട്ട് സീംഡ് ഫെമിലിയർ സഡൻലി അപ്പിയേഴ്സ് സ്ട്രേഞ്ച്. ഇത്ര കാലവും പരിചിതമായിരുന്നത്, ഇത്ര കാലം അടുത്തായെന്ന് തോന്നിയിരുന്ന പലതും നമുക്ക് പെട്ടെന്ന് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുക, പരിചയമില്ലാത്ത പോലെ തോന്നുക, അപരിചിതമായിട്ട് തോന്നുക, ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നുക. അതിനെയാണ് അൺകാനി എന്ന് പറയുന്നത്. ബാബ കണക്ട്സ് ദിസ് വിത്ത് ദ ലിമിനൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ഐഡൻറ്റിറ്റീസ് ആർ സ്പ്ലിറ്റ്. ഇവിടെ വ്യക്തിത്വങ്ങൾ എന്താ പറയുക, വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത സമയം ഒക്കെ അൺകാനി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഹൈബ്രിഡിറ്റി ഫോർ ബാബ ഈസ് നോട്ട് ഫ്യൂഷൻ ഓഫ് ക്ലിയർ ഡിഫൈൻഡ് ഐഡൻറ്റിറ്റീസ് ബട്ട് എ തേർഡ് സ്പേസ്. With the onset of hybridity, the borders are rendered ineffective and confusion sets. ഹോമിജെ ബാബ പറയുന്നു, ഹൈബ്രിഡിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഹൈബ്രിഡിറ്റി. അവിടെയും ക്ലാരിറ്റി കുറവുണ്ടെന്ന് പറയാണ്. എത്രത്തോളം സ്പേസ് വരെ അല്ലെങ്കിൽ ഏത് ബോർഡർ വരെ ഇത് മിങ്കിൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നും ഹോമിജെ ബാബ പറയുന്നുണ്ട്. കോൺക്രീറ്റ് ഐഡൻറ്റിറ്റീസ് മേക്ക് വേ ഫോർ ഹൈബ്രിഡ് ഐഡൻറ്റിറ്റീസ്. ഈ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ഹൈബ്രിഡ് ഐഡൻറ്റിറ്റീസിന് വഴിവെക്കുന്നു. ദ സ്പ്ലിറ്റ് സബ്ജക്റ്റിവിറ്റി ബിവൈൽഡേഴ്സ് ദ സബ്ജക്റ്റ് ബിക്കോസ് ഓഫ് സെൻസ് ഓഫ് എലിനിയേഷൻ ഇറ്റ് എൻറ്റെയിൽസ്. By subscribing to Freud's idea of uncanny, Baba makes it clear that hybrid identity comprises a known and unknown part, which is quite unsettling. ബാബ പറയാണ്, ഹൈബ്രിഡ് വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം തമ്മിൽ മിക്സ് വന്നിട്ടുള്ള വ്യക്തിത്വങ്ങൾ. അതിന് നമുക്ക് അറിയാവുന്ന ഒരെണ്ണം ഉണ്ടായിരിക്കും, അറിയാത്തത് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അറിയുന്നതും ഉണ്ടായിരിക്കും, അറിയാത്തതും ഉണ്ടായിരിക്കും. വിച്ച് ഈസ് ക്വൈറ്റ് അൺസെറ്റ്ലിംഗ് ഫോർ ദ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ്. ഇൻഡിവിജ്വലിന് സെറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഹി യൂസസ് ദ വേർഡ് അൺകാനി ടു ഡിനോട്ട് ദ കോംപ്ലിക്കേറ്റഡ് സ്പ്ലിറ്റ് നേച്ചർ ഓഫ് പോസ്റ്റ് കൊളോണിയൽ ഹൈബ്രിഡിറ്റി. ഇങ്ങനെയുള്ള പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ കാണുന്ന ഹൈബ്രിഡിറ്റി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മനസ്സിലാക്കാൻ.
അതിനെ അൺകാനി എന്നാണ് ആര് വിളിക്കുന്നത്? ഹോമി ജെ ബാബ. അതിനെയാണ് അൺകാനി എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടെ അൺകാനി എന്ന് പറയാം. നമുക്ക് പരിചിതമായിട്ടുള്ള ഏറ്റവും അടുത്തതായിട്ടുള്ളൊരു ടോപ്പിക്ക്, പെട്ടെന്ന് സ്ട്രെയിഞ്ച് ആയിട്ടും പെട്ടെന്ന് ഭയപ്പെടുത്തുന്നതുമായി തോന്നുന്നതിനെയാണ് നമ്മൾ അൺകാനി എന്ന് പറയാം. ഹോമി ജെ ബാബ കൊണ്ടുവന്നതാണ്. ഹോമി ജെ ബാബ പോസ്റ്റ് കൊളോണിയൽ ഹൈബ്രിഡിറ്റിനെ അൺകാനി എന്ന് വിളിക്കുന്നുണ്ട്. മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് സബോൾട്ടൺ സ്റ്റഡീസാണ്. ആരാർ സബോൾട്ടൺ? അടിച്ചമർത്തപ്പെട്ടവർ, താഴ്ന്ന ജാതിയിലുള്ളവർ, അവരെക്കുറിച്ചുള്ള പഠനമാണ് സബോൾട്ടൺ സ്റ്റഡി എന്ന് പറയുന്നത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്കൂളായിട്ട് തന്നെ നമുക്ക് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്കൽ തിയറിയിൽ കാണാൻ പറ്റും. ഇതൊരു വിഭാഗമായിട്ട് നമ്മൾ ഈ സബോൾട്ടൺ സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണജിത് ഗുഹയുണ്ട്, ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് ഉണ്ട്, ഹോമി കെ ബാബയുണ്ട്, ദെൻ പാർത്ത ചാറ്റർജി. ഇവരൊക്കെയാണ് സബോൾട്ടൺ സ്റ്റഡീസിൽ കൂടുതലും വരുന്നത്. ഈ ഒരു സബോൾട്ടൺ സ്റ്റഡീസിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് വരുന്നത് കാൾ മാർക്സ് ഉണ്ട്, മാർക്കിസ്റ്റ് ആയിട്ടുള്ള കാൾ മാർക്സ്, ആൻ്റോണിയോ ഗ്രാംഷി, ദെൻ മിഷേൽ ഫക്കൾട്ട് ഉണ്ട്. അവരുടെ മുൻ കാഴ്ചപ്പാടുകളുണ്ട്. അവർ പറയുന്നുണ്ട് സബോൾട്ടേണിനെ, അതായത് താഴ്ന്ന വിഭാഗത്തെ എങ്ങനെയാണ് കൊളോണൈസ്ഡ് ആയിട്ടുള്ള ഉയർന്ന വർഗ്ഗക്കാർ, എലൈറ്റ് പീപ്പിൾ കണ്ടിരുന്നത്. അതൊക്കെ അവർ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിലെ കൊളോണിയൽ ടെക്സ്റ്റിലും ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും. സബോൾട്ടൺ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫോർമുലേഷനാണ്. ഈ ഒരു ടേം അല്ലെങ്കിൽ ഒരു വലിയൊരു ഫോർമുലേഷനാണ് ഗ്രാംഷിയുടെ, ആൻ്റോണിയോ ഗ്രാംഷിയുടെ ആണ് സബോൾട്ടൺ എന്ന് പറയുന്നത്. ദെൻ രണജിത് ഗുഹ എക്സാംപ്ലിഫൈസ് ദാറ്റ്. എന്താ രണജിത് ഗുഹ പറയണത്? അൺഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ഇന്ത്യൻ elite deliberately left out the politics of the people from its narrative on the formation of Indian nationalism. രണജിത് ഗുഹ ഇവിടെ പറയുന്നത് ഇന്ത്യൻ എലൈറ്റ്സിൻ്റെ മാത്രമേ ഹിസ്റ്ററി ഉള്ളൂ, പക്ഷേ ഈ സബോൾട്ടേണിൻ്റെ ഹിസ്റ്ററി അവിടെ ഇല്ല. അപ്പം അതെന്താണ്? അൺഹിസ്റ്റോറിക്കലാണ്, അവർക്ക് ചരിത്രമില്ല എന്ന് പറയുന്നുണ്ട്. ഹി പോസിറ്റ്സ് ദാറ്റ് പാരലൽ ടു ദ എലൈറ്റ് നാഷണൽ മൂവ്മെൻറ്റ് ദർ എക്സിസ്റ്റഡ്. എലൈറ്റ്, ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ ദേശീയ ബോധം അല്ലെങ്കിൽ നാഷണൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, അത് നിലനിന്നിരുന്നു. അതിന് പാരലായിട്ട് അനദർ ഡൊമെയിൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, ഇൻ വിച്ച് ദ ഡൊമിനൻ്റ് ആക്ടേഴ്സ് വർ ദ സബോൾട്ടൺ ക്ലാസസ്. അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു വിഭാഗം കൂടെ ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ടായിരുന്നു, അവരെ സബോൾട്ടൺ ക്ലാസസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സബോൾട്ടൺ ക്ലാസസിൽ ഭൂരിഭാഗവും ജോലി ചെയ്താൽ നന്ന് ജീവിക്കുന്നവരാണ്, സാധാരണക്കാരായ ജനങ്ങളാണ്. ദ സബോൾട്ടൺ, അങ്ങനെ നോക്കുമ്പോൾ താഴ്ന്നുള്ള ഇവർ സബോൾട്ടൺ. ഗുഹയുടെ അഭിപ്രായത്തിൽ ആരൊക്കെയായിരുന്നു? വർക്കേഴ്സ്, ജോലിക്കാർ, പെസൻസ്, കർഷകർ, ഇൻഡസ്ട്രിയിലൊന്നും ജോലി ചെയ്യാത്ത പാവപ്പെട്ട, സിറ്റിയിൽ തന്നെ താമസിക്കുന്ന പാവപ്പെട്ടവർ, ദെൻ ലോവർ സെക്ഷൻസ്, ഇവരെയൊക്കെ നമുക്ക് സബോൾട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഗായത്രി സ്പിവാക്കാണ് കുറച്ചും കൂടെ ഈ സബോൾട്ടൺ സ്റ്റഡിയുടെ സ്കോപ്പ് വർദ്ധിപ്പിക്കുന്നത്. അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ തുറന്നു കൊണ്ടുവന്നു. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു, റെപ്രസെൻറ്റേഷൻ നടത്തി. എങ്ങനെയാണ് മനുഷ്യർ താഴ്ത്തിക്കെട്ടുന്നത് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നത് എന്നതിനെയൊക്കെ പറ്റിയിട്ട് റെപ്രസെൻറ്റേഷൻ വന്നു. Then Spivak rejects the position of Foucault and Gill's deludes that subaltern is an autonomous subject and follows what Gramsci remarked of subaltern classes, that they are not unified and cannot unite until they become a state, and so their active or passive affiliation to the dominant political formation should be studied. എതിർപ്പുകളാണ്, പല ആളുകൾക്കും സബോൾട്ടണിനെ പറ്റിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഗായത്രി ചക്രവർത്തിയുടെ വർക്കായിട്ടുള്ള ക്യാൻ സബോൾട്ടൺ സ്പീക്ക്, സബോൾട്ടന് സംസാരിക്കാൻ സാധിക്കുമോ, അവരെ സമൂഹം സംസാരിക്കാൻ സമ്മതിക്കുമോ, ഉയർന്ന വർഗ്ഗക്കാരെ അവരെ സംസാരിക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെയാണ് ഇതിൽ ഗായത്രി സ്പിവാക്ക് ചോദിക്കുന്നത്. ഷീ പോസ്റ്റുലേറ്റ് ദാറ്റ് വിമൻ ആസ് സബോൾട്ടൺ ഈസ് നോട്ട് ആൻ ഓട്ടോണമസ് സബ്ജക്റ്റ്. സ്ത്രീ എന്താണ്? താഴ്ന്ന ഒരു, പുരുഷന് താഴ്ന്ന ഇതാണ്, പുരുഷന് സബോൾട്ടണാണ് സ്ത്രീ എന്നും അവർ പറയുന്നുണ്ട്. ഓൾ ദ സെയിം ഇറ്റ് ഈസ് നെസസറി ടു സ്ട്രൈവ് എ ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സബോൾട്ടൺ വോയിസ്. അവർ പറയാണ് സബോൾട്ടൺ, അതായത് താഴ്ത്തിക്കെട്ടിയവരുടെ ശബ്ദം സമൂഹത്തിൽ ഉയരേണ്ട സമയമായി. ഫോർ ദിസ്, അതിന് വേണ്ടിയിട്ട് അക്കോർഡിംഗ് ടു സ്പിവാക്കിൻ്റെ അഭിപ്രായത്തിൽ
ദ ക്രിറ്റിക് വിമർശകർ എന്ത് ചെയ്യണം വുഡ് ഹാവ് ടു കണ്ടിന്യൂ ടു അസ്യൂം ദാറ്റ് ദ സബോൾട്ടൺ പോസസ് ആൻഡ് ഓട്ടോണോമസ് സബ്ജക്റ്റിവിറ്റി. സബോൾട്ടോണും ഫ്രീഡം ഉണ്ട്, അവരും ഇൻഡിപെൻഡൻ്റ് ആണ്, സബ്ജക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കണം. ദ വർക്ക് ഓഫ് സബോൾട്ടൺ തിയറിസ്റ്റ് മസ്റ്റ് ഇൻ ഓർഡർ ടു വാറന്റ് എ റീഡിംഗ് ഓഫ് പ്രൊജക്ട് ടു റിട്രീവ് ദ സബോൾട്ടൺ കോൺഷ്യസ്നെസ്. അവരെ പറ്റിയൊരു ബോധം ഉണ്ടായിരിക്കണം. കണ്ടിന്യൂ ടു കോൺസെൻട്രേറ്റ് ഓൺ എ സ്ട്രാറ്റജിക് യൂസ് ഓഫ് പോസിറ്റിവിസ്റ്റിക് എസെൻഷ്യലിസം ഇൻ എ സ്ക്രപ്ലെസ്ലി വിസിബിൾ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എന്ന് പറയുകയാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക് ഓഫ് നാഷണലിസം ആണ്. എങ്ങനെയാണ് ദേശീയവാദത്തെ പോസ്റ്റ് കൊളോണിയലിസ്റ്റുകൾ വിമർശിച്ചത്? പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക് ഓഫ് നാഷണലിസം. പോസ്റ്റ് കൊളോണിയലിസം തിയറിയിലെ ഒരു വലിയ ഏരിയ തന്നെയായിരുന്നു, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഒരു മേഖലയായിരുന്നു പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക് ഓഫ് നാഷണലിസം എന്ന് പറയുന്നത്. ഈ നേഷൻ രാജ്യവും നാഷണലിസം ദേശീയവാദവും, ദേശവും ദേശീയവാദം എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് തന്നെ ഉറവെടുത്ത രണ്ട് വാക്കുകളാണ് എന്നാണ് പറയുന്നത്. പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട് അത് പല സ്ഥലത്തേക്ക് വന്നു. അത് എൻലൈറ്റ്മെൻറ്റ് നവോത്ഥാനം, അതുപോലെ ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നു. ഈ ഒരു വാക്കുകൾ പിന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പോസ്റ്റ് കൊളോണിയലിസം സീസ് നേഷൻ ആസ് എ കൺസ്ട്രക്റ്റഡ് പൊളിറ്റിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റി ബൈ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്സ്. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്സ് പറയണത്, പോസ്റ്റ് കൊളോണിയലിസം വിമർശിക്കുന്നവർ പറയണത്, പോസ്റ്റ് കൊളോണിയലിസം കണ്ടത് രാജ്യത്തെ അല്ലെങ്കിൽ ദേശത്തെ രാഷ്ട്രീയപരമായിട്ട് പണിതെടുത്ത എന്തോ ആണ്, അതിനൊരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരും കൂടെയുണ്ട്. അങ്ങനെയാണ് ഒരു ദേശത്തെ പോസ്റ്റ് കൊളോണിയലിസം കണ്ടത് എന്നാണ് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്സ് പറയുന്നത്. ഇവിടെ ബെനഡിക്ട് ആൻഡേഴ്സൺ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, നിർവചിക്കുന്നുണ്ട് നേഷൻ ആസ് ഇമാജിൻഡ് കമ്മ്യൂണിറ്റി. സങ്കല്പിക്കുന്നൊരു സമൂഹം എന്നാണ് ബെനഡിക്ട് ആൻഡേഴ്സൺ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്ക് 1983 ഇറങ്ങിയ ബുക്കായിട്ടുള്ള ഇമാജിൻ കമ്മ്യൂണിറ്റീസിലാണ് അങ്ങനെ പറയുന്നത്. രാജ്യത്തെ ഇമാജിൻ കമ്മ്യൂണിറ്റി എന്നാണ് ബെനഡിക്ട് ആൻഡേഴ്സൺ വിളിക്കുന്നത്. ഇൻ അഡീഷൻ ടു ബീയിങ് എ കമ്മ്യൂണിറ്റി ഇൻ ദ കളക്റ്റീവ് ഇമാജിനേഷൻ ഓഫ് പീപ്പിൾ പറയുന്നു, ഒരു കമ്മ്യൂണിറ്റി ജനങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിറ്റി മാത്രമായിട്ട് രാജ്യം മാറുന്നു. നേഷൻ ഡിപ്പെൻഡ് ഓൺ ദ കളക്റ്റീവ് എക്സിസ്റ്റൻസ്. അതുകൂടാതെ രാജ്യം ഒരുപാട് കാര്യത്തെ ആശ്രയിക്കുന്നുണ്ട്. ഭാഷ, റേസ്, വർഗം, മെമ്മറി, ഓർമ്മ, ട്രഡീഷൻ, പാരമ്പര്യം, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കൂടെ പറയുന്നു. ഇനി ഫ്രാൻസ് ഫ്രാനൻ്റെ അഭിപ്രായത്തിൽ നാഷണൽ കൾച്ചർ, ദേശത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് സിനോണിമസ് ആയിരിക്കും. അർത്ഥം എന്താണ്? നേഷൻ്റെ കോൺഷ്യസ്നെസ് തന്നെയാണ്, ദേശീയ ബോധം തന്നെയാണ് ദേശത്തിൻ്റെ സംസ്കാരം എന്നാണ് ഫ്രാൻസ് ഫാനൻ പറയുന്നത്. പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. ദ കാർഡിനൽ റോൾ ഓഫ് ലിറ്ററേച്ചർ, എന്തോരം സാഹിത്യത്തിന് റോളുണ്ട്, ഓരോ രാജ്യത്തിനും വ്യക്തിത്വം പടുത്തുയർത്തുന്നതിൽ സാഹിത്യത്തിന് എത്രത്തോളം റോളുണ്ടെന്ന് പോസ്റ്റ് കൊളോണിയൽ തിയറീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആഫ്റ്റർ ദ വൈഡ് സ്പ്രെഡ് ഡീകോളനൈസേഷൻ, പിന്നീട് കോളനീസൊക്കെ ഇല്ലാതെയായപ്പോൾ മെനി ന്യൂലി ലിബറേറ്റഡ് നേഷൻസ്, സ്വാതന്ത്ര്യം ലഭിച്ച കുറേ രാജ്യങ്ങൾ വരാനായിട്ട് തുടങ്ങി. സിവിൽ വാറുകൾക്കൊക്കെ ശേഷം ആൻഡ് റേഷ്യൽ ആൻഡ് സബ് നേഷ്യൽ കോൺഫ്ലിക്റ്റുകൾ, എതിർപ്പുകളും കാര്യങ്ങൾക്കൊക്കെ ശേഷം, വാറുകൾക്കൊക്കെ ശേഷം സ്വതന്ത്രമായ കുറേ രാജ്യങ്ങൾ വരാനായിട്ട് തുടങ്ങി. സം അതർ നേഷൻസ് പാസ്ഡ് ഫ്രം കൊളോണിയൽ യോക്ക്, ചിലരൊക്കെ ആ ഒരു കൊളോണിയവൽക്കരണത്തിൽ നിന്ന് മാറി വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകൾ, അവരുടെ സ്വന്തമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കൾച്ചേഴ്സ് തിരിച്ചു പിടിക്കാനായിട്ട് തുടങ്ങി. ദിസ് ഹാസ് വൈഡ്ലി ഡിസൊല്യൂഷൻ ദ നാഷണലിസ്റ്റ് ഐഡിയാസ്. ഇതൊരു പരിധിവരെ നാഷണലിസ്റ്റ് ഐഡിയാസിനെയൊക്കെ ഡിസൊല്യൂഷൻ ചെയ്തു എന്നാണ് പറയണത്, മായയിൽ നിന്നൊക്കെ മാറ്റി. ന്യൂലി കൺസീവ്ഡ് നാഷണലിസം, പുതിയതായിട്ടൊരു ദേശീയവാദം കിട്ടിയപ്പോൾ, were indebted to their Western European colonists not only for very idea of nation but also for their national borders. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിരി, ബോർഡർ എന്നൊക്കെ മനസ്സിലാക്കി. ദിസ് വാസ് ദ ഫസ്റ്റ് ഇഷ്യൂ വിച്ച് പ്രോബ്ലമാറ്റൈസ് ഡീകോളനൈസേഷൻ. ഇതൊരു പ്രശ്നമായിരുന്നു. ദേശം വന്നപ്പോൾ അവർക്ക് ദേശത്തിന് ബോർഡർ വയ്ക്കണം എന്നുള്ള ചിന്ത കൂടെ വന്നപ്പോൾ അതൊരു പ്രശ്നമായി. രണ്ടാമതായിട്ട് നേഷൻ ഓർ നേഷൻഹുഡ്, രാജ്യം അല്ലെങ്കിൽ ദേശത്തിനോടുള്ള സ്നേഹം ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ ഇൻറ്റേർണലൈസ്ഡ് ഇവിൾ, അതൊരു ഒരു ക്രൂരത മനസ്സിൽ നിറച്ചു.
വയലൻസിന് കാരണമായി. വെസ്റ്റേൺ ഡെമോക്രസീസ് വർ നോട്ട് ആൻ എക്സെപ്ഷൻസ്. വെസ്റ്റേൺ രാജ്യങ്ങളിലും ഇത് ഉണ്ടായി. പാർത്ത ചാറ്റർജി ഒബ്സർവ് ദാറ്റ്. പാർത്ത ചാറ്റർജി എന്താ പറയുന്നത്? ലിബറിസം ഇറ്റ് സെൽഫ് ഡിസ്കവേർഡ്. സ്വാതന്ത്ര്യം വന്നപ്പോൾ തിരിച്ചറിവായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഐഡിയോളജീസ് ഫോർ കൺസ്ട്രക്ടിങ് എ ഡ്യുവൽ സ്ട്രക്ചർ ഓഫ് ലിബറലിസം അറ്റ് ഹോം ആൻഡ് ഒതോറിയൻ റൂൾ ഇൻ ദ കോളനി. രണ്ട് രീതിയിൽ, വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം, ഇനി ഭരണകർത്താക്കളുടെ ഇടയിൽ വേറൊരു സ്വാതന്ത്ര്യം കോളനിയിൽ. അങ്ങനെ. ഇനി ദ ഒറിജിൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം. ഓരോ രാജ്യത്തും ദേശീയവാദം വികസിച്ചു വന്നു. അതിൻ്റെ തുടക്കം എവിടുന്ന? വെസ്റ്റേണിൻ്റെ ആശയങ്ങളിൽ നിന്ന് ആണ്. ഹാസ് ബീൻ ഫേസ്ഡ് ബൈ ഫാനൻ ചാറ്റർജി ആണ്, ബേസ്ഡ് ഓൺ അൾജീരിയൻ ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസസ്. ചാറ്റർജി ആൻവിസേജ് ത്രീ ഡിസ്റ്റിങ് സ്റ്റേജസ്. 3 സ്റ്റേജസ് ഈ ഒരു ദേശീയവാദത്തിന് ചാറ്റർജി പറയുന്നുണ്ട്. ഒന്നാമത്തത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മൂമെൻറ്റ് ഓഫ് ഡിപ്പാർച്ചർ ഇൻ വിച്ച് കൊളോണൈസ്ഡ് allied accept the western supremacy in matters related to material progress. ഇപ്പോൾ ഒരു കോളനിയിൽ തന്നെ എലൈറ്റ് ഉയർന്ന ആളുകളുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യണം? വെസ്റ്റേൺ സുപ്രീമസിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വെസ്റ്റ് കൊണ്ടുവന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കുകയാണ്, മെറ്റീരിയൽ പ്രോഗ്രസ്സിനും മറ്റും. ദെൻ ദ മൂവ്മെൻറ്റ് ഓഫ് മാനോവറെ ഇൻ വിച്ച് പർട്ടിക്കുലർലി ഇൻ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ദ കൊളോണൈസ്ഡ് ആയിട്ടുള്ള എലൈറ്റ് മാനൗഡ് ടു കീപ് ദ പീപ്പിൾ എവേ power and at the same time manage to get their support, and moment of arrival which refers to the period of consolidation of power of the nationalist elite which is as oppressive as the colonizers. ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഉയർന്ന ആളുകൾ ആ അധികാരം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. സാധാരണ ജനങ്ങളെ ആ ഒരു അധികാരത്തിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ മുൻപ് ബ്രിട്ടീഷുകാർ ഭരിച്ചേക്കാളും കഷ്ടത്തിൽ അവർ ഭരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഫാനൻ ഹാസ് വാണ്ട് ദാറ്റ്. ഫാനൻ പറയാണ്, ഇങ്ങനെയുള്ള ദേശീയവാദവുമായ മൂവ്മെൻറ്റ്സ് റിപ്രസീവായിട്ടുള്ള വെസ്റ്റേൺ എലൈറ്റിന് പകരം റിപ്രസീവായിട്ടുള്ള നാഷണലിസ്റ്റ് എലൈറ്റിന് തന്നെ കാരണമാകുന്നു. അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഒരു ക്രൂരതയേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ ഉയർന്ന ജാതിക്കാർ ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും ക്രൂരതകൾ എന്നാണ് ഫാനൻ പറയുന്നത്. ഇനി ബോത്ത് രണജിത് ഗുഹ, ഒരേ സമയം തന്നെ രണജിത് ഗുഹയും പാർത്ത ചാറ്റർജിയും പറയുന്നുണ്ട്, നാഷണൽ സ്ട്രഗിൾ ഈസ് റെപ്രസെൻറ്റഡ്. എന്താ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത്? ആസ് ദാറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലീഡേഴ്സ്, വ്യക്തിപരമായ നേതാക്കളെ കാണാം. ആൻഡ് സബോൾട്ടൺ ഈസ് മിസ്സിങ് ഇൻ ഫ്രീഡം സ്ട്രഗിൾ. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട താഴ്ന്ന വിഭാഗക്കാർ ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും കാണാനില്ല. അവർക്ക് അവിടെയും ഒരു ഇടം ആര് കൊടുക്കുന്നില്ല? ഉയർന്ന ജാതിയിൽപ്പെട്ടവർ കൊടുക്കുന്നില്ല എന്ന്. മെനി ഓഫ് ദ കൺട്രീസ് ഹാവിങ് കൊളോണിയൽ പാസ്റ്റ് ഹാവ് കൺസോളിഡേറ്റഡ് ദെയർ നേഷൻഹുഡ് ബൈ പ്രൊഫസിങ് റേഷ്യൽ പ്യൂരിറ്റി ആൻഡ് എത്നിക് എക്സ്ക്ലൂസീവ്ലി ആൻഡ് പർജ്ഡ് ദ നേഷൻ ഓഫ് ദ അതർ. നാഷണലിസ്റ്റ് റെപ്രസെൻറ്റേഷൻസ് ആർ ക്രിറ്റിക് ബൈ. ഇങ്ങനെയുള്ള രീതിയെ, അതായത് കൊളോണൈസേഴ്സ് പോയപ്പോൾ, ബ്രിട്ടീഷുകാരെ പോലുള്ള ആളുകൾ പോയപ്പോൾ ഈ എലൈറ്റുകാർ വന്ന് അധികാരം ഏറ്റെടുത്തപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ഈ പാവപ്പെട്ടവരെ അടിച്ചമർത്തുകയാണ്, സബോൾട്ടേൺസിനെ. അതിനെ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്സുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. നാഷണലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആർ ക്രിറ്റിക്ഡ്, കുറ്റം പറയുന്നുണ്ട്, ബൈ ദ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ്. പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റുകൾ 2 രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. എലൈറ്റ് ക്ലാസ് താഴെയുള്ള ക്ലാസ്സിലെ ആളുകളെ അടിച്ചമർത്തുന്നതും മെയിൽ ഫീമെയിലിനെ അടിച്ചമർത്തുന്നതും. അങ്ങനെ ജെൻഡർ ഡിസ്ക്രിമിനേഷനും വേർതിരിവ്, ഡിവൈഡും അവിടെ കാണാം. ഇറ്റ് ഈസ് എ റിസീവ്ഡ് കസ്റ്റം ടു ഡെപ്പിക്റ്റ് എ നേഷൻ ആസ് എ വുമൺ ഹു നീഡ്സ് സ്ട്രോങ് ആൻഡ് വറൈഡ് മെയിൽസ് ടു ലിബറേറ്റ് ഹെർ. രാജ്യത്തൊക്കെ എന്താ പറയുന്നത്? പുരുഷനുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീനെ മോചിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊരു വേർതിരിവാണ് അല്ലേ, ജെൻഡറിൻ്റെ പേരിലുള്ള. The depiction of Britannia and Mother India are apt example. Nationalist discourses often portray national struggle as male activity. പല ദേശീയവാദം എടുത്തു നോക്കിയാലും അവിടുത്തെ പോരാട്ടം, സ്ട്രഗിൾ ആരാ ചെയ്തിട്ടുണ്ടാവും? കൂടുതൽ പുരുഷന്മാരുടെ ആക്ടിവിറ്റി പോലെയാണ്. പാട്രിയാർക്കിക്ക്, അതായത് മക്കത്തായത്തിന്, പുരുഷ മേധാവിത്വത്തിന് അല്ലെങ്കിൽ മെയിൽ ഡൊമിനൻസിന് ഒരു നാഷണൽ വാല്യൂ, ദേശീയ മൂല്യമുള്ള പോലെയാണ്. തിങ്കേഴ്സ് ലൈക്ക് സെയ്ദ്, അതായത് എഡ്വേർഡ് സെയ്ദ്, ഹോമി ജെ ബാബ സീ നാഷണലിസം ഇറ്റ് സെൽഫ് ആസ് ഇൻറ്റേർണലി ഫ്രാഗ്മെൻറ്റഡ് നെറേറ്റീവ്സ്. പറയുന്നത് ദേശീയവാദം തന്നെ ഉള്ളിൽ പല പല കഷ്ണങ്ങൾ പോലെയായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്.
എലൈറ്റ് ക്ലാസ്സിനെ വിമർശിക്കുന്നുണ്ട്, നാഷണലിസം ദേശീയവാദത്തെ, ജെൻഡർ ഡിസ്ക്രിമിനേഷനെ, പാട്രിയാർക്കിനെ ഒക്കെ വിമർശിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പോസ്റ്റ് കൊളോണിയലിസത്തെ, പോസ്റ്റ് ക്രിറ്റിക്ക് ഏതൊക്കെ രീതിയിൽ നാഷണലിസത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മുടെ ടോപ്പിക് തന്നെ പോസ്റ്റ് കൊളോണിയലിസം, പോസ്റ്റ് മോഡേണിസം, എക്കോ ക്രിറ്റിസിസം എന്നായിരുന്നു. അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള പോസ്റ്റ് കൊളോണിയലിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൊളോണിയലിസത്തിന് ശേഷം വന്ന കാലഘട്ടമാണത്. അതിൽ തന്നെ യൂറോ സെൻട്രിസിസം ആൻഡ് ഓറിയൻ്റലിസം പറഞ്ഞു. യൂറോ സെൻട്രിസിസം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കേന്ദ്രമായിട്ട് വെസ്റ്റ് മാറുന്നത്, യൂറോപ്പ് മാറുന്നത്. ഓറിയൻ്റലിസം എന്ന് പറയുന്നത് ഈസ്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ദെൻ ഓൾട്ടേറിറ്റി എന്ന് പറഞ്ഞ ടേം പറഞ്ഞു. ദെൻ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സമൂഹത്തിലുള്ള അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ട്രഡീഷനൊക്കെയാണ്. ഹൈബ്രിഡിറ്റി, ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരവുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അൺകാനി പറഞ്ഞു, നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യത്തെ പെട്ടെന്ന് അപരിചിതമായി തോന്നുന്നതിനെ അല്ലെങ്കിൽ ഭയമായി തോന്നുന്നതിന് അൺകാനി എന്ന് പറഞ്ഞു. സബോൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ആളുകളെക്കുറിച്ചുള്ള പഠനമാണ്. ദെൻ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക് ഓഫ് നാഷണലിസം എന്നൊരു ടോപ്പിക്കോടുകൂടി പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ കംപ്ലീറ്റ് ആണ്. അടുത്ത ടോപ്പിക്ക് പോസ്റ്റ് മോഡേണിസം ആണ്. നമുക്ക് അതായത് മോഡേണിസം, ആധുനികത കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു കാലഘട്ടം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.